വാർത്തയിലേക്കാണ്. യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ പരാതിയിൽ റാപ്പർ വേടനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. മുൻകൂർ ജാമ്യം ലഭിച്ച കേസിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് വേടൻ തൃക്കാക്കര പോലീസിന് മുന്നിൽ ഹാജരായത്. എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ലൈംഗികാതിക്രമ കേസിലും വേടന് ജാമ്യം ലഭിച്ചു. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ രാവിലെ 9:30ഓടെയാണ് ചോദ്യം ചെയ്യലിനായി വേടൻ ഹാജരായത്. ഹൈക്കോടതി വേടന് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളതിനാൽ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചു. പോലീസ് ശേഖരിച്ച ഫോറൻസിക് പരിശോധനാ ഫലവും സാക്ഷിമൊഴികളും നിരത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. നാളത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കും. കോടതിയുടെ പരിഗണനയിലുള്ള കേസായതിനാൽ വിശദമായി പിന്നീട് പ്രതികരിക്കാമെന്ന് വേടൻ. കോടതിയുടെ പരിഗണനയുള്ള കേസായത് കാരണം ഒന്നും പറയാൻ പാടില്ല എന്നുള്ള മേലിൽ നിന്നുള്ള ഓർഡറുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഈ കേസുകൾ പൂർണ്ണമായിട്ട് തീരട്ടെ, എന്നിട്ട് എനിക്ക് എന്റെ ഭാഗം എന്തായാലും പറയാണ്ടാവല്ലോ, അത് ഞാൻ എന്തായാലും പറയും. ചോദ്യം ചെയ്യലിൽ വേടൻ സഹകരിക്കുന്നുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. 2021-നും 23-നും ഇടയിലായി 5 തവണ വേടൻ ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു യുവതിയുടെ പരാതി. 30,000 രൂപയും യുവതിയിൽ നിന്ന് കൈക്കലാക്കിയതായി പരാതിയുണ്ട്. അതിനിടെ വേടനെതിരെ എറണാകുളം സെൻട്രൽ സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ലൈംഗികാതിക്രമ പരാതിയിലും ജാമ്യം ലഭിച്ചു. എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 24 കൊച്ചി.